മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് എനർജി ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു സാഹചര്യം, സിറ്റുവേഷൻ എന്താണ്, അവരുടെ എനർജി എന്താണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. നമുക്ക് നോക്കാം കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, ഇപ്പോഴുള്ള അവരുടെ എനർജി എന്താണ്. കറണ്ട് സിറ്റുവേഷൻ ആൻഡ് എനർജി ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ പേഴ്സണുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റിലില്ല എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും അത് വളരെ അധികം നമുക്ക് എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായ ഒരു സെപ്പറേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതായിട്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അവർ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, മുന്നോട്ട് ഇനി എന്ത് ഒരു ചോയ്സാണ് എടുക്കേണ്ടത് എന്ന് അറിയാത്ത പോലെ കാണുന്നുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ കരുതുന്ന പോലെയല്ല ആ വ്യക്തി ആ ഒരു സ്നേഹം അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി ഇല്ല എന്നുള്ളത് എടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇവിടെ തേർഡ് പാർട്ടി എനർജി ആയിട്ട് കാണുന്നത് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഈ വ്യക്തി നിങ്ങൾ തമ്മിൽ മറ്റൊരു കാരണത്തിൻ്റെ പേരിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായതായിട്ടും കാണുന്നുണ്ട്. അത് മറ്റൊരാളുടെ വാക്ക് കേട്ടതുകൊണ്ട് അല്ലെങ്കിൽ ശരിക്കുള്ള കാര്യം അറിയാത്തത് കൊണ്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ സെപ്പറേഷനിൽ പോയ വ്യക്തികളെയും കാണുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് അതുകൊണ്ട് നിങ്ങളിത് സ്വയം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു എനർജി ആയിട്ടാണ് കാണുന്നത്. അവരുടെ സിറ്റുവേഷനിൽ അവരെന്ന് പറയുന്നത് ടൈഡപ്പ് ആയിട്ടാണ് കാണുന്നത്. ടൈഡപ്പ് സിറ്റുവേഷനിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് അലേർട്ടായിട്ട് ഇരിക്കുക. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടത് എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് ഇത് നിങ്ങൾ ധരിക്കരുത്. കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക, നേരിട്ട് അറിയാൻ ശ്രമിക്കുക. മറ്റൊരാൾ പറഞ്ഞതിലൂടെ ഒരാളെ പൂർണ്ണമായും അവർ തെറ്റുകാരനാണ് അല്ലെങ്കിൽ തെറ്റുകാരിയാണെന്ന് വിശ്വസിക്കുകയും ഒരു നല്ല റിലേഷൻഷിപ്പിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഈ വ്യക്തി ആകെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാനായിട്ടുള്ള അവസരം പോലും ലഭിക്കുന്നുണ്ടാവില്ല. വിട്ടു പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ഒരു സമയത്ത് സംഭവിക്കുമെന്നും കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളായാലും നിങ്ങളുടെ പേഴ്സണായാലും പൂർണ്ണമായിട്ടും അകന്നു പോയി അങ്ങനൊരു സിറ്റുവേഷൻ. ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് തവണ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചാലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവാത്തതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ വീണ്ടും ഒന്നിച്ച് ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും ആ ഒരു ഏഞ്ചലിക് സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത്, ആർക്കേഞ്ചൽ മിഖായലിൻ്റെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ വ്യക്തിയെ മറക്കാനോ ഈ വ്യക്തിയിൽ നിന്ന് വിട്ടു പോകാനോ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കില്ല. ആ വ്യക്തിയുടെ ഓർമ്മകൾ എപ്പോഴും തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ അല്ലെങ്കിൽ ധ്യാനിക്കുക, അതായത് നിങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ മനസ്സിനെ ഫോക്കസ്ഡ് ആക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുക. നിങ്ങൾ സ്പിരിച്വലി ഉള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം, ട്രാൻസ്ഫോർമേഷനൊക്കെ സംഭവിക്കുക എന്നാണ് കാണുന്നത്. ഇപ്പോൾ ഒരു സെപ്പറേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി എന്താണെന്ന് അവർ ഈ ഒരു സെപ്പറേഷനിലാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതുവഴി ഈ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇതുവരെയും യാതൊരു ആക്ഷനും എടുക്കാത്തൊരു വ്യക്തി ആ ഒരു സെപ്പറേഷൻ ടൈമിൽ മാറ്റങ്ങൾ സംഭവിച്ച് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്.
ഈ വ്യക്തിയുടെ എനർജീസ് ഇങ്ങനെ എന്താണ് അപ്സ് ആൻഡ് ഡൗൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ചില സമയത്ത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ മറ്റു ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർ വീണ്ടും ഡൗൺ ആയി പോകുന്നു എന്നും കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള അഫർമേഷൻസ് പറയാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഓൾറെഡി അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് ഈ ഒരു സെപ്പറേഷൻ കൂടിയായപ്പോൾ അവർക്ക് അതിനെ താങ്ങാൻ പോലും കഴിയുന്നില്ല. അവർക്ക് ആ ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലവ് ആണ് നിങ്ങളോടുള്ളത്. നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടായിരിക്കുമ്പോഴാണ് അവരുടെ ലൈഫിലേക്ക് ആ ഒരു ബാലൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ലൈഫ് അവർക്ക് ഫുൾഫില്ലായി, അല്ലെങ്കിൽ ലൈഫ് കംപ്ലീഷനായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളില്ലാത്ത ആ ഒരു സമയം അവരുടെ ലൈഫിൽ തന്നെ ഒരു ഇൻസെക്യൂരിറ്റിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട പോലെ, ശൂന്യത പോലെ, അവർ നേടിയതെല്ലാം ഇല്ലാണ്ടായി പോയ പോലെയൊക്കെയാണ് അവരുടെ എനർജിയിൽ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറിപ്പോകും. നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ മാറിപ്പോകും. നിങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് കാണുന്നുണ്ട്. യെസ്, മിറാക്കിൾ കാർഡ് വന്നിട്ടുണ്ട്, മെജീഷ്യൻ ആൻഡ് ദ മിറർ എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും, അതായത് മിറാക്കിൾസ് സംഭവിക്കും എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.